അപ്പോൾ നമുക്ക് ഷെൽ മോഡലിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഷെൽ മോഡൽ, എന്താണ് ഷെൽ മോഡൽ എന്ന് നോക്കാം. ഷെൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു മോഡലാണ്. ആൻഡ് ഇറ്റ് പിക്ചേഴ്സ് ന്യൂക്ലിയസ് ആസ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഇൻവോൾവിംഗ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ ന്യൂക്ലിയസ് ആൻഡ് എ സ്പെറിക്കലി സിമെട്രിക്കൽ പൊട്ടൻഷ്യൽ പ്രൊവൈഡഡ് ബൈ ദി ഓൾ ദി ന്യൂക്ലിയോൺസ്. അതായത് അത് ന്യൂക്ലിയസിനെ പിക്ചർ ചെയ്യുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആയിട്ടാണ്. അവിടെ എന്ത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നത്, നമ്മുടെ ന്യൂക്ലിയസും അതുപോലെ തന്നെ സ്പെറിക്കലി സിമെട്രിക്കൽ ആയുള്ള പൊട്ടൻഷ്യലും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നടക്കുന്നത് എല്ലാ ന്യൂക്ലിയോൺസും തമ്മിൽ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലത്തെ പാർട്ടിക്കിളാണ് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോണും ന്യൂട്രോണും. ആൻഡ് നമ്മൾ എസ്യൂം ചെയ്യണം എന്തൊക്കെയാണ് ഈ ഷെൽ മോഡലിൽ നമ്മൾ എസ്യൂം ചെയ്യണത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈച്ച് ന്യൂക്ലിയോൺ മൂവ്സ് ഇൻ എ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ബൈ A-1 ന്യൂക്ലിയോൺസ്. അതായത് ന്യൂക്ലിയസിലത്തെ പാർട്ടിക്കിളാണല്ലോ ന്യൂക്ലിയോൺസ്. അതിൽ ഓരോ ന്യൂക്ലിയോണും മൂവ് ചെയ്യണ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മറ്റുള്ള A-1 ന്യൂക്ലിയോൺസ് ക്രിയേറ്റ് ചെയ്യണ പൊട്ടൻഷ്യലാണ് അത് മൂവ് ചെയ്യണത്. ആൻഡ് ദി ന്യൂക്ലിയോൺസ് ഹാസ് ബോത്ത് സ്പിൻ ആൻഡ് ആംഗുലർ മോഷൻ. അതായത് ഈ ന്യൂക്ലിയോൺസിന് സ്പിൻ മോഷനും ഉണ്ട്, അതുപോലെ തന്നെ ആംഗുലർ മോഷനും ഉണ്ട്. അതുപോലെ തന്നെ അവർ മൂവ് ചെയ്യണത് പരസ്പരം കൊളൈഡ് ചെയ്യാണ്ടാണ്, പരസ്പരം മുത്താതെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ ഡയാമീറ്ററിനെക്കാട്ടും കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ എനർജി ലെവലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവരുടെ എനർജി ലെവൽസ് ന്യൂക്ലിയോൺസിൻ്റെ ഫീൽഡാണ്. നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരമാണ് അവരുടെ എനർജി ലെവൽസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, രണ്ട് ആൾക്കാർക്ക് ഒരേ ലെവലിൽ ഇരിക്കാൻ പറ്റില്ല, രണ്ടുപേർക്ക് ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം എന്നൊക്കെ പറയാറില്ലേ, അതന്നെ. പിന്നെ നോ വേക്കൻറ്റ് ലോ എനർജി സ്റ്റേറ്റ്സ്, അതായത് വേക്കൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. നമ്മൾ പറയണത് നമ്മുടെ ഷെൽ മോഡൽ എന്ന് പറയുന്ന ഒരു സിംപ്ലസ്റ്റ് ന്യൂക്ലിയർ മോഡലാണ്. അത് പിക്ചർ ചെയ്യണത് ന്യൂക്ലിയസിന് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആയിട്ടാണ്. അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൽ എന്താണുള്ളത്, നമ്മുടെ സിംഗിൾ ന്യൂക്ലിയോണും അതുപോലെ തന്നെ അവരുടെ സ്പെറിക്കലി സിമെട്രിക്കൽ ആയ പൊട്ടൻഷ്യലും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് എന്ന് പറയണു. പിന്നെ നമ്മൾ എക്സെപ്ഷൻസ്, നമ്മൾ എന്തൊക്കെയാണ് അസ്യൂം ചെയ്യണത്, അതായത് ഓരോ ന്യൂക്ലിയോണുള്ളത് മറ്റുള്ള A-1 ന്യൂക്ലിയോണ് പ്രൊവൈഡ് ചെയ്ത പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ അവർ പരസ്പരം കൊളൈഡ് ചെയ്യാണ്ടാണ് മൂവ് ചെയ്യണത്. അതുപോലെ എന്ത് പറയാം, അവരുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ ഡയാമീറ്ററിനെക്കാട്ടും കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് സ്പിൻ മോഷനും ഉണ്ട്, അതുപോലെ ആംഗുലർ മോഷനും ഉണ്ട്. അതുപോലെ അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്, അവരുടെ എനർജി ലെവൽസ് ഫില്ല് ചെയ്തിരിക്കുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ വാക്കൻ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ഒന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അൺപേർഡ് ന്യൂക്ലിയോണാണ് ഡിറ്റർമിൻ ചെയ്യണത്. നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഒരു ഷെൽ മോഡലിൻ്റെ കേസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ചോയ്സ് നമ്മൾ നോക്കും. അതാണ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് ദി ഷെൽ മോഡൽ ഈസ് ദി ചോയ്സ് ഓഫ് ദി പൊട്ടൻഷ്യൽ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. MSc വരണ ഒരു essay ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിൽ വരണത്, ന്യൂക്ലിയർ ഫിസിക്സിൽ. അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി കൺസിഡർ ദി അതായത് നമ്മൾ രണ്ട് പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് വെല്ലും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്ററും കൺസിഡർ ചെയ്യുന്നുണ്ട്. വി കൺസിഡർ 2 പൊട്ടൻഷ്യൽ ഫോർ വിച്ച് വി സോൾവ് ചെയ്ത്. അതായത് നമ്മൾ ഈ കെനത്ത് ക്രൈൻ്റെ ബുക്കാണ് റെഫറൻസിന് എടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 2 നമ്മൾ സോൾവ് ചെയ്തിട്ട്, അവർ പ്രീവിയസ് ചാപ്റ്ററിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് വെല്ല്, അതുപോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്റർ ഒക്കെ. ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞ ബുക്കാണ് ഇതിൻ്റെ റെഫറൻസ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ചോയ്സ് ഓഫ് പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഏത് പൊട്ടൻഷ്യലാണ് തിരഞ്ഞെടുക്കണമെന്നാണ്. പിന്നത്തെ നമുക്ക് മനസ്സിലായി നമ്മൾ ഇൻഫൈനൈറ്റ് വെല്ലും അതുപോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്ററും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ 3 ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനും സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അതായത് ഡീജനറസി, ഇവിടെ നമ്മൾ ആറ്റോമിക് ഫിസിക്സിലത്തെ ഡീജനറസിയാണ് പറയുന്നത്. അതായത് ശരിക്കും നമ്മൾ ആറ്റോമിക് ഫിസിക്സിൽ നമ്മളിവിടെ ഡീജനറസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ഒരു ലെവലിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 × 2l+1 ആണ്. രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റാണ്. ഈ 2l+1 എന്ന് പറയുന്നത് അറൈസ് ചെയ്യണത് ML ഡീജനറേസി എന്നും, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ 2 കാണാനില്ലേ, ഇവിടെ നമ്മൾ നോക്കും, ഇവിടെ ഒരു 2 കാണാറില്ലേ, അത് MS ഡീജനറസി എന്നും വരുന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ.
അതായത് ഓരോ ലെവലിലും എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിജനറസി എന്ന് പറയുന്നത്. 2 × 12+1 ആണ്. 12+1 ml ഡിജനറസി എന്നും 2 എന്ന് പറഞ്ഞ ഫാക്ടർ MS ഡിജനറസി എന്നും വരുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ കിട്ടാൻ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനർജി ലെവൽസ് ഫില്ല് ചെയ്യുമല്ലോ. അതായത് നമുക്ക് ക്ലോഷർ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മാജിക്കൽ നമ്പേഴ്സ് കിട്ടാനാണ് നമ്മൾ എൻകറേജ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ 2, 8, 20, 28, 50, 82, 126 ഇവരൊക്കെയാണ് നമ്മുടെ മാജിക്കൽ നമ്പേഴ്സ്. ഇവരൊക്കെ കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ഓർഡർ എനർജിയിലേക്ക് നമ്മൾ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 20 വരെയൊക്കെ നമുക്ക് മാജിക്കൽ നമ്പർ കിട്ടുന്നുണ്ട്. പക്ഷേ ഹയർ ഓർഡർ എനർജിക്ക് പോകാൻ വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് മാജിക്കൽ നമ്പേഴ്സ് കിട്ടണില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാജിക്കൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മോഡലിനെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനത്തെ മോഡലാണ്. നമുക്ക് ഈ റിയലിസ്റ്റിക് പൊട്ടൻഷ്യലിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് ഒരു ഗുഡ് അപ്രോക്സിമേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല്. അപ്പോൾ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. അതെന്താണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഷാർപ്പായിട്ട് ഉള്ള ബൗണ്ടറീസ്, അതായത് അതിന് ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഇല്ല എന്നാണ് ഒരു കാര്യം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബിയോണ്ട്, അതായത് ഇവിടെ നമ്മൾ പിക്ചർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതായത് ചാർജും അതുപോലെ തന്നെ മാറ്റർ ഡിസ്ട്രിബ്യൂഷനും R എന്ന് പറഞ്ഞ റേഡിയസിന് ബിയോണ്ട് നമ്മൾ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കാണ് പോകുന്നത്, എക്സ്പോണൻഷ്യൽ ഇത് ഡിക്രീസ് ചെയ്തിട്ട് 0ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാർജ് മാറ്റർ ഡിസ്ട്രിബ്യൂഷൻ 0ലേക്കാണ് പോകുന്നത് ബിയോണ്ട് റേഡിയസ് R. അതുപോലെ തന്നെ അതിനൊരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സെപ്പറേറ്റ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ വി സപ്ലൈ ഇനഫ് എനർജി ടു ടേക്ക്. അതായത് നമുക്ക് ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് എനർജി വേണം ഇവന്മാരെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് വെല്ലിൽ. അതൊക്കെ ഒരു എന്താ പറയുക, അതൊരു ഗുഡ് അപ്രോക്സിമേഷൻ. ഇൻഫൈനൈറ്റ് വെല്ല് നമുക്ക് ഒരു പൊട്ടൻഷ്യലായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 3 പോയിന്റുകൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ചാർജ് മാറ്റർ ഡിസ്ട്രിബ്യൂഷൻ ബിയോണ്ട് R റേഡിയസിൽ അവ എന്തായിട്ട് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ചെയ്ത് 0ലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഷാർപ്പ് എഡ്ജ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി വേണം പ്രോട്ടോണിനും ന്യൂട്രോണിനും സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്റർ എടുത്തു. അതിനും അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. അതിനും ഇൻഫൈനൈറ്റ് എന്താ പറയുക ഷാർപ്പ് എഡ്ജ് ഇല്ല. അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ എനർജീസ് അതിന് വേണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ എന്തായാലും എടുക്കണം. നമ്മൾ എടുത്ത പൊട്ടൻഷ്യലിൻ്റെ ഈക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. V(R) = -(V0) 1 + exponential of -R / R / A എന്ന്. ഒന്നുമില്ല, ഈ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് റേഡിയസ് അല്ലെങ്കിൽ മീൻ റേഡിയസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ തിക്നെസ് ആണ്. ഈ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2α ln(3) എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കിൻ തിക്നെസ്സും. അത് നമ്മൾ V വേഴ്സസ് R ആണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇത് റിയലിസ്റ്റിക് ഫോമാണ്. ഇതിൻ്റെ ഷെൽ മോഡൽ പൊട്ടൻഷ്യലിൻ്റെ റിയലിസ്റ്റിക് ഫോമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ വെച്ചാൽ നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എടുക്കേണ്ട ഇക്വേഷൻ എന്താ അത് നമ്മൾ പഠിക്കണം കേട്ടോ. -(V0) 1 + exponential r -R / A ആണ്. ഇവിടെ നമ്മൾ പറയണം R എന്ന് പറഞ്ഞാൽ എന്താണ്, A എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയണം. അതായത് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മീൻ റേഡിയസ് അല്ലെങ്കിൽ ആവറേജ് റേഡിയസ് ആണ്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ തിക്നെസ് ആണ്, സർഫസ് തിക്നെസ് അത് പറയില്ലേ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ പറയുക, R0 (1/3) ആണ്. ഈ മോഡലിൽ വെച്ചിട്ട് നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ R0ൻ്റെ വാല്യൂ 1.25 ആണ്. അതുപോലെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.524 ആണെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നോക്കാൻ വെച്ചാൽ മനസ്സിലായിരിക്കും. V0 എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ആളില്ലേ, അവരെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അതായത് നമ്മൾ എനർജി ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കും. എനർജി ഇൻക്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിങ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആ എനർജി ലെവൽസ് തമ്മിലുള്ള ക്ലോഷർ തമ്മിലുള്ള സ്പേസിങ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആരപ്പെടുത്തിരിക്കുന്നത് നമ്മുടെ മോഡൽ ഹാർമോണിക് ഓസിലേറ്ററിലെ. അതുപോലെ തന്നെ നമുക്ക് മാജിക്കൽ നമ്പേഴ്സ് കിട്ടും. 2, 8, 20, 28 ഒക്കെ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം എടുത്തു എന്ന് വിചാരിക്കുക. ആ ഇൻ്റർമീഡിയറ്റ് ഫോം എടുത്താലും നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2, 8, 20 അവിടെ വരെ നമുക്ക് കിട്ടണുള്ളൂ. ഹയർ ലെവൽസിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാജിക്കൽ നമ്പേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യണില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റർമീഡിയറ്റ് ഫോമിൽ നമ്മൾ സ്പിൻ ഓർബിറ്റ് കൂടിയും
കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഹയർ ലെവൽസിൽ പോകുമ്പോൾ നമുക്ക് മാജിക്കൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ട്. ഒരു 126 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പോയി, അതായത് സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി. അതിലെന്താ പറയുന്നത്, അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ പൊട്ടൻഷ്യലിനെ, അതായത് മാജിക്കൽ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ, നമുക്ക് കിട്ടിയിട്ടുള്ള ആ പൊട്ടൻഷ്യലിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും നമുക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലിൽ റേഡിയൽ ചേഞ്ചസ് എന്തായാലും അത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ്, ടു ഗെറ്റ് ദി പ്രോപ്പർ മാജിക്കൽ നമ്പേഴ്സ് വി കണ്ട് മേക്ക് റേഡിയൽ ചേഞ്ചസ് ടു ദി പൊട്ടൻഷ്യൽ. നമുക്ക് റേഡിയൽ ചേഞ്ചസ് നമ്മളെ പൊട്ടൻഷ്യലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്താ, നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് ഗസ്സാണ്. അതായത് വളരെ നല്ല പൊട്ടൻഷ്യലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് കൂടുതൽ വാരി ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. 1940 വരെ അവർ കുറേ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി നമ്മുടെ എന്താ പറയുക, 1949 മേയർ ഹൈസൽ ആണ് നമുക്കൊരു ടേം കൊണ്ടുവന്നത്. അതായത് സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ കുഡ് ഗിവ് പ്രോപ്പർ സെപ്പറേഷൻ ഓഫ് സബ്ഷെൽസ്. അതുപോലെ തന്നെ നമുക്ക് മാജിക്കൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് 1949 മേയറാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സാധാരണ നമ്മളിപ്പോൾ എന്താ പറയുക, സ്പിൻ ഓർബിറ്റ് ഇൻറ്ററാക്ഷൻ, അതായത് ആറ്റോമിക് ഫിസിക്സിലത്തെയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിലത്തെയാണ് നമ്മൾ ഷെൽ മോഡൽ അതുപോലെ കളക്റ്റീവ് മോഡലൊക്കെ പറയുന്നത്. അതിലൊന്നും നമ്മുടെ ആറ്റോമിക് ഫിസിക്സിലത്തെ സ്പിൻ ഓർബിറ്റ് ഇൻറ്ററാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ ആറ്റോമിക് ഫിസിക്സിൽ ആൻസിട്ടുണ്ടെങ്കിൽ ഫൈൻ സ്ട്രക്ചർ, സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫൈൻ സ്ട്രക്ചർ കാരണമാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇൻട്രാക്ഷൻ വരണത്. എന്ത് തമ്മിൽ, നമ്മുടെ ന്യൂക്ലിയസ് മോഷനിലാണ്. അതായത് അത് മോഷനിലാവുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക്കൽ മൊമെൻറ്റം, അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക്കൽ ഫീൽഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ്, അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇൻട്രാക്ഷൻ വരണത്. അത് കാരണം നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റണത്, ആറ്റോമിക് ഫിസിക്സിൽ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റണത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ ടിപ്പിക്കലി വളരെ ചെറുതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10⁵ ആറ്റോമിക് സ്പേസിംഗ് ആണ് വരാം ആറ്റോമിക് ലെവൽസിൽ. അപ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈവൻ സ്ട്രോങ് ആണെങ്കിൽ പോലും നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കണില്ല. ന്യൂക്ലിയർ ലെവലിൽ വരുമ്പോൾ അതിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കണില്ല, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനിൽ നമുക്കൊരു ടേം വേണമല്ലോ. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V(S)(R) L.S എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൽ നമ്മുടെ എന്താ പറയുക, സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ കൊണ്ടുവരുന്ന ആളെന്ന് പറയുന്നത് L.S ആണ്. നമ്മുടെ V(S)(0) അതായത് പൊട്ടൻഷ്യലിന് ആ ടേമിന് പ്രാക്ടിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ L.S വഴിയാണ് റീഓർഡറിങ് നടക്കുന്നത് നമ്മുടെ ലെവൽസിൽ. അതുപോലെ തന്നെ ഈ സ്പിൻ ഓർബിറ്റ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം തരും. ആ വാല്യൂ എന്ന് പറയുന്നത്, അതായത് J = L+X ആണ് നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം നമുക്ക് കിട്ടണത്. അപ്പോൾ ഈ Jന് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും, J എന്ന് പറയുന്നതിന് ഒന്നുമില്ലെങ്കിൽ L+½ ഉണ്ടാവാം, അല്ലെങ്കിൽ L-½ ഉണ്ടാവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കാം, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾക്ക് എസ്സിന് നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L.S എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മളിവിടെ പറഞ്ഞു L.S എന്ന് പറഞ്ഞ അവനാണ് നമുക്ക് റീഓർഡറിങ് തരുന്നത്, ലെവൽസിൽ റീഓർഡറിങ് തരുന്നത് പറഞ്ഞു. അപ്പോൾ നോക്കാം. അതിന് തന്നെ നമുക്കറിയാം, ഒരു ഇക്വേഷൻ എടുത്ത് എല്ലാം S ഉള്ള ഒരു ഇക്വേഷൻ J = L+S ആണ്. അവന്മാരെ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, L² + 2L.S + S². ഇവിടെ L.S എന്നാട്ടാ വരാം, L.S. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ L.S ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാവന്മാരും നമുക്ക് Jൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായിരിക്കും, ഇവൻ J² ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, L² - L² ആയിരിക്കും, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ S - S² ആയിരിക്കും, /2 ആയിരിക്കും. അപ്പോൾ L.S എന്ന് പറഞ്ഞാൽ എന്തുവാ,
J² മൈനസ് L² മൈനസ് S² ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി നമുക്കറിയാം J എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, √J ഇൻറ്റു J+1 H കട്ടാണ്. ഇവനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, J ഇൻറ്റു J+1 H കട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇവന്മാരിലൊക്കെ എന്തുണ്ട്, H കട്ട് സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ Lനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം, √L ഇൻറ്റു L+1 H കട്ടെന്ന് എഴുതാം. Sനെ നമുക്ക് √S ഇൻറ്റു S+1 H കട്ടെന്ന് എഴുതാം. അപ്പോൾ ഇവന്മാരിലൊക്കെ H കട്ട് സ്ക്വയറിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തിറക്കി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമ്മുടെ ഇക്വേഷന് ഹാഫ് ഓൾറെഡി പുറത്തുണ്ട്, H കട്ട് സ്ക്വയറിനെ ഞാൻ പുറത്തിറക്കി. ഇവിടെ എല്ലാത്തിനും നിന്നാണ് ഇട്ട് കൊടുത്തിരിക്കണം ആദ്യം H കട്ട് സ്ക്വയർ, പിന്നെ അവന്മാരെ നമ്മൾ പുറത്തിറക്കിയപ്പോഴാണ് H കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേം വന്നിരിക്കുന്നത്. ഇനി എന്തുവാ, ഇനി നമ്മൾ പറഞ്ഞു SN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ J എന്ന് പറഞ്ഞാൽ L+½ വരാം, L-½ വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു. അതായത് നിങ്ങൾ ഇത്ര ഉദ്ദേശിച്ചാൽ മതി. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിച്ചാൽ, അതായത് ഞാൻ Jക്ക് L+½ ഇട്ട് കൊടുത്തു, ഞാൻ Jക്ക് L-½ ഇട്ട് കൊടുത്തു. ആ സമയത്ത് രണ്ടിലും Sൻ്റെ വാല്യൂ ഹാഫാണ് വരുന്നത്. എന്നാൽ പോലും നമുക്ക് അൺഈക്വൽ ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആണ് കിട്ടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടെസ്റ്റിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇക്വേഷനിൽ അത് അവസാനിക്കും. നമ്മൾ ഈ രണ്ട് L+½ L-½ ഇട്ട് കൊടുത്തതിൽ നമ്മൾ എനർജി ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ നമുക്ക് കാണാം, അതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ L+½ Jക്ക് L+½ ഇട്ട് കൊടുത്തു. നോക്കൂ, ഇവിടെ L+½ ഇട്ട് കൊടുത്തു. ഇവിടെ J+1 ഉണ്ടല്ലോ, അതിനും L+½ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും, L+½ +1 ആയിരിക്കും. അപ്പോൾ L+3/2 ആയിരിക്കും. ഇവിടെ നമ്മൾ L ഇൻറ്റു L+1 അതുപോലെ തന്നെ എടുക്കട്ടെ. Sന് 1/2 ഇട്ട് കൊടുത്തു. പിന്നെ S+1 1/2 +1 എന്ന് പറയുമ്പോൾ 3/2 ആയിരിക്കില്ലേ. അപ്പോൾ 3/2 .1/2 എന്ന് പറയുമ്പോൾ 3/4 ആയിരിക്കും. അപ്പോൾ ഇവനെ ചെറുതാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടും, L² + 3/2L + ½ L + 3/4 എന്ന് കിട്ടും. എന്നിട്ട് ഇവനെ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 3/2 വെട്ടിപ്പോയി, അതുപോലെ L² വെട്ടിപ്പോയി. ബാക്കി ഏതവനാണ് അവിടെ ഉള്ളത്, 3/2 ഉണ്ട്, അതുപോലെ തന്നെ 3/2 L ഉണ്ട്, പിന്നെ L/2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം, 4/2 ആയിരിക്കും കിട്ടാം അല്ലേ. 4/2 എന്ന് പറയുമ്പോൾ എന്താ, 2L ആണ് കിട്ടുക. ആ 2Lഉം ഇവിടുത്തെ -L കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെറുതെ L കിട്ടും. H കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഓൾറെഡി പുറത്തുണ്ട്. ഇവിടുത്തെ ഒരു L ആവുമ്പോൾ എന്തായിരിക്കും, H കട്ട് സ്ക്വയർ L ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. എന്ത് കേസിൽ, L.Sൻ്റെ വാല്യൂ JL+½ ആയ കേസിൽ. ഇനി L-½ ആയ കേസിൽ ഇങ്ങനെ നോക്കൂ, നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് J ആണ് കേട്ടോ, J ഇൻറ്റു J+1 എന്നല്ലേ. അപ്പോൾ Jൻ്റെ സ്ഥാനത്ത് നമ്മൾ L-½ ഇട്ട് കൊടുത്തു. ഇവിടെ L-½ +1 ഇട്ട് കൊടുത്തു. നമുക്ക് നേരത്തെ അറിയാം -L ഇൻറ്റു L+1 ആവും. നേരത്തെ ഇവിടുത്തെ ഫോർമുല നോക്കിയാൽ അറിയാലോ. വേണ്ട. അപ്പോൾ നമുക്ക് ഉള്ളിൽ കടന്നുമ്പോൾ എന്തായിരിക്കും, L² - L ആയിരിക്കും. അതുപോലെ നമ്മൾ Sന് എന്തിട്ട് കൊടുത്തു, S എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 + 1/2 + 1 ആണ്, അതായത് -3/2. അതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടി, വെട്ടേണ്ടവരൊക്കെ വെട്ടിപ്പോട്ടെ, L² പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടുക, ഇവിടെ -1/2 -3/4 കിട്ടും. അപ്പം 4/4 ആയിരിക്കും മൈനസ്, അത് -1 ആയിരിക്കും. -1 - L ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവനെ നമുക്ക് എടുക്കുമ്പോൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും, -H കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 L ഇൻറ്റു L+1 എന്ന് കിട്ടും. ഇനി നമുക്കിപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി, അൺഈക്വൽ സ്പ്ലിറ്റിംഗ് ആണ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെക്റ്റേഷൻ വാല്യൂ L.Sൻ്റെ L+½ L-½ നമ്മൾ ഇപ്പോൾ കിട്ടിയത്, നേരത്തെ കിട്ടിയത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ½ L+1 H കട്ട് സ്ക്വയർ എന്ന് കിട്ടി. അതായത് എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്ലിറ്റിങ് ഇൻക്രീസ് ചെയ്യാമെന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് V(S)ൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളത് നോക്കുന്നില്ല. നമുക്ക് സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ L.Sൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ദി മെമ്പർ ഓഫ് എ പെയർ ലാർജ് J ഈസ് പുഷ്, അതായത് Jൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, P എടുത്തു. Pൻ്റെ വാല്യൂ Lൻ്റെ വാല്യൂ ½ തന്നെ നമ്മൾ കൊടുത്തു. J = L+½ എന്നല്ലേ, സോറി അല്ലല്ല L+S എന്നല്ലേ. അപ്പോൾ Lൻ്റെ വാല്യൂ ½ കൊടുക്കട്ടെ. Sൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ P എന്ന് പറയുമ്പോൾ 1 അപ്പോൾ ½ + 1 എന്ന് പറയുമ്പോൾ 3/2 കിട്ടും. എന്താ പറയുക, ½ - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, അങ്ങനെയല്ലേ കിട്ടാറുള്ളത്, L+½ L - ½ ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. അതായത്
അത് ഒന്നുമില്ല. എസ്സിന് നമ്മളിപ്പോൾ 0 കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന് നമുക്ക് 1 കൊടുക്കാൻ പറ്റും. എസ് പി ഡിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ മതി. അത് L+½ കൊടുക്കുക, L-½ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഇപ്പോൾ പി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് നമ്മൾ പറഞ്ഞു 1 ആണ്. അപ്പോൾ 1+½ 1-½ കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എസിൻ്റെ വാല്യൂ ആണ് കേട്ടോ പറയണത്. പിയിൽ 1 ആണ്. അപ്പോൾ 3/2 കിട്ടും, നമുക്ക് ഹാഫും കിട്ടും. അതുപോലെ ഡീൻ്റെ വാല്യൂ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 2+½ 2-½ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5/2 കിട്ടും, 3/2 കിട്ടും. അങ്ങനെ നോക്കി പോവാം. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L+½ എന്ന് പറയണത് L+½ L-½ അപ്പോൾ നമുക്ക് 7/2 അല്ലെങ്കിൽ 5/2 ആയിരിക്കും നമുക്ക് കിട്ടാമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ 7/2 ലെവലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരച്ച് നോക്കുമ്പോൾ മനസ്സിലായിരിക്കും. 2ൻ്റെയും ടെസ്റ്റിലുണ്ട് ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ. 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കും 7/2 എന്ന് പറയാം. ഇപ്പോൾ നമ്മളിതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 7 ന്യൂമറേറ്ററിൽ നമുക്ക് 7 ആണല്ലോ കിട്ടിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ അവൻ്റെ ആ ലെവലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 7 + 1 8 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എത്രയാണ്? 8 ആണ്. അപ്പോൾ അതിൽ 8 ആൾക്കാർ നിറഞ്ഞു എന്ന് വിചാരിക്കും. 20 + 8 28 ആണ്. നമുക്ക് മാജിക് നമ്പർ ഒബ്റ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മേജർ ഇഫക്റ്റ് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ G കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ 9/2 കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ നോക്കാൻ വേണ്ടി എന്താ ചെയ്തു? ഇതൊക്കെ ടെസ്റ്റിലുള്ള വെറുതെ എഴുതിയിരിക്കുക അവർ ഓരോ കേസുകൾ. നമുക്ക് മാജിക് നമ്പർ എങ്ങനെയൊക്കെ കിട്ടണത് ഇവിടെ നമ്മൾ പറഞ്ഞു. 7/2 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 2ൻ്റെയും 3ൻ്റെയും 2 ലെവൽസിൻ്റെ ഇടയിലായിരിക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 + 1 8 ആയിരിക്കും. 8 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടിയുള്ള ലെവൽ 20 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് 28 അറിയാം മാജിക് നമ്പർ ഒബ്റ്റെയിൻ ചെയ്തത്. അതുപോലെ G എന്ന് പറയുന്നത് 1G 9/2 ആണെന്ന് വിചാരിക്കാം. ഡി എന്ന് ന്യൂമറേറ്ററിൽ 9 അല്ലേ വന്നിരിക്കും. 9 + 1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 10 ആയിരിക്കും, അതിൻ്റെ ഒക്യുപ്പൻസി 10 ആയിരിക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ലെവല് തൊട്ട് താഴെയുള്ളത് 40 അഞ്ചിട്ടുണ്ടെങ്കിൽ 10 കൂടിയും കൂട്ടുമ്പോൾ 50 കിട്ടും. അപ്പോൾ അവർ പറയുന്നതാണ് നമുക്ക് മാജിക് നമ്പേഴ്സ് എങ്ങനെയൊക്കെ കിട്ടണതെന്ന് അവർ പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് 2 അതൊക്കെ ടെസ്റ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും. നമുക്ക് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ 8-15 ഉണ്ട്, 8-17 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാരുടെ 2 ആൾക്കാരുടെ നോക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓക്സിജൻ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എനർജി ലെവൽസിൽ ഫില്ല് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ P(1/2)ലായിരിക്കും. ഈവൻ നോക്കിയും 8 പ്രോട്ടോൺ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവന്മാരെ ഫില്ല് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1s നമ്മൾ 2 പേരെ ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ 1p നമ്മൾ 4 പേരെ ഫില്ല് ചെയ്തു. പിന്നത്തേൽ നമുക്ക് അപ്പോൾ തന്നെ എത്രയായി? 6 പേരായി. പിന്നത്തിൽ നമ്മൾ 1p(½ വീണ്ടും 2 പേരെ ഫില്ല് ചെയ്തു. നമ്മൾ FOG പ്രിൻസിപ്പിൾ പറയണ പോലെ 1s2 2s2 2p6 3s2 അങ്ങനെയല്ല ഇവിടുത്തെ ഫില്ലിങ് വരുന്നത്. അങ്ങനെയല്ല, SPDS അങ്ങനെയൊക്കെ വരണത്. അതുപോലെ തന്നെ FP ആണ് വരുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ 1s ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 1p ഫില്ല് ചെയ്യും, പിന്നെ 1d, പിന്നെ അടുത്തത് നമ്മൾ 1s ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതിൽ പോവാം 2s പോവാറുള്ളത്. അങ്ങനെ പിന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ 1f പോവും, 2p പോവും, 1g പോവും, 2d 3s, 1h 2f 3p, അതുപോലെ തന്നെ 1i 2g 3d 4s എന്നാ പറയാം. അതായത് SPDS FP GF SH FP IGDS അങ്ങനെ വരണത്. ടെസ്റ്റിൽ പഠനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ വരച്ചിട്ടില്ല ഞാൻ, നമുക്ക് മനസ്സിലാവാൻ വഴിയിൽ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഒന്നുമില്ല. ഇവിടെ പെട്ടെന്ന് നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഇവിടെ O815 ആണ് വന്നിട്ടുള്ളത്. ഓക്സിജൻ സെഡിൻ്റെ നമ്പർ എത്രയാണ്? സെഡ് എന്ന് പറയുന്നത് ഇവിടെ 8 ആണ് വരിക. അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ 8 ആണ് വരിക. അപ്പോൾ നമ്മൾ ടെസ്റ്റിലുള്ള ഫിഗർ പ്രകാരം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റത്തെ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവൽ വരിക 1s ആയിരിക്കും. 1s എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ L+½ L-½ എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 + 0 1/2 - 0 എന്തായാലും വരെ എന്താ? 1/2 ആയിരിക്കും വരിക. അപ്പോൾ 1s½ ന്യൂമറേറ്ററിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 1/2 1 ആണ് വന്നിരിക്കുന്നത്. 1 + 1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും ഒക്യുപ്പൻസി. അപ്പോൾ 2 ആൾ നമ്മൾ ഒക്യുപ്പൈ ചെയ്തു. നെക്സ്റ്റ് ലെവൽ എത്രയാണ്? 1p ആണ്. 1p എന്ന് പറയുമ്പോൾ പീൻ്റെ വില എത്രയാണ് വന്നിരിക്കുന്നത്? 1. അപ്പോൾ എത്രയായിരിക്കും? 1 +
ഹാഫ് എന്താ പറയുക 1 - അപ്പോൾ ഒരെണ്ണം നമുക്ക് 3/2 വരും, ഒരെണ്ണം 1/2 വരും. അപ്പോൾ 3/2 ലെവലിൽ 4 ആൾക്കാരെ ഫില്ല് ചെയ്യാൻ പറ്റും, 1/2 ലെവലിൽ 2 ആൾക്കാരെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയേ, എസ്സിൽ ഫില്ല് ചെയ്തു 2 ആൾക്കാരെ, പിയിൽ 3/2 നമ്മൾ 4 ആൾക്കാരെ ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ 1/2 2 ആൾക്കാരെ ഫില്ല് ചെയ്തു. മൊത്തം നമ്മൾ എത്ര ആൾക്കാരെ ഫില്ല് ചെയ്തു? 8 ആൾക്കാരെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ 15 - 8 പറയുമ്പോൾ നമുക്ക് എത്ര ആൾക്കാരായിരിക്കും? നമുക്ക് നിയർലി 7 ആൾക്കാരായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ നമ്പർ 7 ആയിരിക്കും. അതിൽ 1p ഹാഫിൽ ആകെ കുടിച്ച് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 1p ഹാഫിൽ അതിൽ ഒരു നമ്മൾക്ക് ഒക്യുപ്പൻസി 2 ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരാളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഓക്സിജൻ 850 എന്ന് പറഞ്ഞ് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് ന്യൂട്രോൺ ഉണ്ട്. അതായത് 1p ഹാഫിൽ ഒരാൾ എം ടി ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് അതിൻ്റെ പാരിറ്റി നമ്മളെങ്ങനെ നോക്കാം? -1 ആണ്. പിൻ്റെ വാല്യൂ എത്രയാണ്? പിൻ്റെ എസ് വാല്യൂ 1 ആണ്. നമ്മൾ പറഞ്ഞില്ല എസ്സിൻ്റെ 0 ആണ്, പിക്ക് 1 ആണ്. അപ്പോൾ -1 എടുക്കുമ്പോൾ -1 ആയിരിക്കും. അത് ഓട് പാരിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓക്സിജൻ 17 നമ്മൾ നോക്കിയെന്ന് വിചാരിക്കും. അത് നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ആൾ നമ്മൾ ഫില്ല് ചെയ്യുക 1d 5/2 അതായത് ന്യൂട്രോണിൻ്റെ കേസ് എടുത്ത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂട്രോണിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1d 5/2 അവസാനത്തെ ആളെ ഫില്ല് ചെയ്യാം. അപ്പോൾ d എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? അതിൻ്റെ എല്ലിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ -1 എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഈവൺ പാരിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത 2 ആൾക്കാരും എഗ്രിമെൻ്റ്, നമ്മൾ സ്പിൻ പാരിറ്റി എഗ്രിമെൻ്റാണ് നമുക്ക് തരുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഇപ്പോൾ എന്താണോ നമുക്ക് കിട്ടേണ്ടത് അത് തന്നെ നമുക്ക് കിട്ടി. നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ തിയറട്ടിക്കൽ വാല്യൂ മാച്ച് ആയി എന്നാണ് ഇവിടെ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് വരച്ച് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ മാഗ്നറ്റിക്കൽ മൊമെൻറ്റ്സിൻ്റെ കേസ് എടുക്കുക, മാഗ്നറ്റിക്കൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ കേസ് എടുത്തോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഷെൽ മോഡലിൻ്റെ ഫസ്റ്റത്തെ ഒരു പറയുകയാണ്, ഷെൽ മോഡൽ വിച്ച് ഗീവ്സ് റീസണബിൾ അഗ്രിമെൻറ്റ് വിത്ത് ഒബ്സർവ്ഡ് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ഇൻ ദി കേസ് ഓഫ് ദി ഡൈപോൾ മൊമെൻറ്റ്. അതായത് നമ്മൾ എന്താണോ നമുക്ക് കിട്ടേണ്ടത് ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ അത് തന്നെയാണ് നമുക്ക് ഡൈപോൾ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടണത്. അതായത് ഷെൽ മോഡലിൽ നമുക്ക് ഡൈപോൾ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ തന്നെയാണ് കിട്ടണതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ മാഗ്നറ്റിക്കൽ മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്ററാണ് പ്രൊജക്ഷൻ എടുക്കുന്നത്, സെറ്റ് ആക്സിസിലാണ് പ്രൊജക്ഷൻ എടുക്കുന്നത് എന്നാണ് പറയണത്. അതിൽ എല്ലും എസ് വാല്യൂസും ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പം മാഗ്നറ്റിക്കൽ മൊമെൻറ്റത്തിൻ്റെ ഈക്വേഷനാണ്, ടെസ്റ്റിലുള്ള ഈക്വേഷനാണ് μ=μn GL.L GS.SZ/H കട്ടെന്ന്. അതുപോലെ തന്നെ വേറൊരു ഈക്വേഷനും വരുന്നുണ്ട്. എന്താണ്? μ(n) അതിൻ്റെ യൂണിറ്റ്സ് ആണ്. μ(n) = GL JZ + GS - GL SZ/H കട്ട്. ഈ JZ ഇല്ലേ, അതിനെ J(H) കട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഞാൻ J(H) കട്ടെന്ന് ഇവിടെ എഴുതി. അതുപോലെ ഇവിടെ H കട്ട് ഉണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ത്രൂട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം വരും. ഇവിടുത്തെ H കട്ട് ന്യൂമറേറ്ററിലും വെട്ടിപ്പോവും. അപ്പം വേറൊരു ഇതിലുള്ളൊരു വേർഡാണ് നമുക്ക് J = L+S ആണ്. അതായത് J ഉണ്ടെങ്കിൽ മാത്രമേ L+S മീനിങ് ഫുൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈക്വേഷൻ എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് J = L+S എന്ന് പറഞ്ഞ ഈക്വേഷൻ എഴുതിയിരിക്കണം. പിന്നെ എന്താണ് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ J ക്യാപ്പിൻ്റെ യൂണിറ്റ് വെക്ടർ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ J/mod J ആയിരിക്കും. അതുപോലെ തന്നെ S along J എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറയാനുള്ളത്? S.J/mod Z ആയിരിക്കും. അതുപോലെ SZ along J എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ J × നേരത്തെ എഴുതിയില്ലേ SZ along J. അപ്പോൾ J.S+J mod mod of J² എന്ന് നമുക്ക് കിട്ടും. പിന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SZ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് J/2J+1 അത് ആ ഈക്വേഷൻ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. അതായത് J/2J+1 J+1 -L+1 മൈനസ് ഓഫ് ഇവിടെ പ്ലസ് ആട്ടോ, പ്ലസ് ഓഫ് S+1 H കട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L+½ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാരലൽ കേസാണ്. ആ പാരലൽ കേസിനെ നമ്മൾ പറയുന്ന പേര് സ്ട്രെച്ച് കേസ് എന്നാണ്. അതുപോലെ ജാക്ക് നൈഫ് കേസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻ്റെ വാല്യൂ എന്തായിരിക്കും? L-½ ആയിരിക്കും. ഇത് നമുക്ക് രണ്ടുപേരും പ്രോബ്ലംസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ട് ഈക്വേഷനും പഠിക്കണം. അതായത് ഈ μZ = J-½ GL + GS(2) μn എന്നും അതുപോലെ ആൻറ്റി പാരലൽ ജാക്ക് നൈഫ് കേസിലത്തെ J ×
ജെ ഇൻറ്റു ജെ പ്ലസ് 3/2 ജെ പ്ലസ് 1 ജി ഓഫ് എൽ പ്ലസ് ജെ ഇൻറ്റു ജി എസ് ഡിവൈഡഡ് ബൈ 2 ഓഫ് ജെ പ്ലസ് 1 മ്യൂ എൻ. ഈ രണ്ട് ഇക്വേഷനും പഠിക്കണം. ഇവിടെ പ്രോട്ടോണിൻ്റെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുപോലെ തന്നെ ജി എസിൻ്റെ വാല്യൂ 5.58 ആയിരിക്കും. ന്യൂട്രോണിൻ്റെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ ജി എസിൻ്റെ വാല്യൂ -3.8 ആയിരിക്കും. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമുക്ക് ഈ ഇക്വേഷൻ ഇതിലിട്ട് കൊടുക്കണം. സ്ട്രെച്ച് കേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അതുപോലെ നമുക്ക് രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓട് ന്യൂട്രോണിൻ്റെ കേസാണ്. ഇതെന്ന് പറയുന്നത് ഓട് പ്രോട്ടോണിൻ്റെ കേസാണ്. ഇവിടെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ലൈൻ കണ്ടിട്ടില്ലേ, അത് അതിനെ സ്മിറ്റ് ലൈൻ എന്നാണ് പറയുക. നമ്മളിവിടെ ഡോട്ടഡ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് കണ്ടിട്ടില്ലേ, ഈ ഡോട്ടഡ് ആയിട്ടുള്ള ഈ പോർഷൻസ് എന്താണ് കാണുന്നത്, ഈ കേസ് ഇത് അപ്പറിലുള്ളത് J-½ കേസാണ് കാണിക്കുന്നത്. അതുപോലെ ലോവറിലുള്ളത് J+½ കേസുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓട് പ്രോട്ടോണിൻ്റെ കേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഫിഗർ വരാം. മുകളിലൊരു സോളിഡ് ലൈൻ ആയിരിക്കും. സോളിഡ് ലൈൻ നേരെ സ്ട്രെയിറ്റ് ലൈനുള്ളത് +½ ആവാം. ഇവിടെ നമ്മൾ നോക്കും, നേരെ സ്ട്രെയിറ്റ് ലൈനുള്ളത് L+½ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ബെൻഡഡ് ആയിട്ടുള്ളത് വരുന്നത് J-½ ജാക്ക് നൈഫ് കേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം. ബാക്കി സോളിഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് സ്പിറ്റ് ലൈനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര കൃത്യമായിട്ട് കിട്ടണില്ല എന്നാണ് പറയുന്നവർ. The observed magnetical moment suggests that the shell model gives us a least approximate understanding of the structure of the nuclei. അതായത് നമുക്ക് അത്ര കറക്റ്റായിട്ട് ഇവിടെ കാൽക്കുലേഷൻ കിട്ടണില്ല. ഓവറോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡാറ്റയായിട്ട് എഗ്രിമെൻ്റ് ആണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡാറ്റയിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ പ്രോട്ടോണിന് നമ്മൾ പറഞ്ഞില്ലേ, ജി എസിൻ്റെ വാല്യൂ 1 കൊടുത്തു, ജി എല്ലിൻ്റെ വാല്യൂ 1 കൊടുത്തു, ജി എസിൻ്റെ വാല്യൂ 5.58 കൊടുത്തു. അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓവറോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡാറ്റയായിട്ട് എഗ്രിമെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഇവന്മാരൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ സ്കാറ്റേഡ് ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് കൃത്യമായിട്ട് മാഗ്നറ്റിക്കൽ മൊമെൻ്റത്തിൻ്റെ കേസ് നമുക്ക് കിട്ടണില്ല. നെവർത്തലെസ് ഓവറോൾ എഗ്രിമെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു മോഡൽ വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മോഡൽ നമ്മൾ നോക്കാൻ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ക്വാഡ്രപ്പോൾ മൊമെൻ്റത്തിൻ്റെ കേസ് എടുത്ത് നോക്ക്. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് കേസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കണം. മാഗ്നറ്റിക്കൽ മൊമെൻ്റ് ആണ്, സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും വരിക, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പിൻ ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എടുത്തു. അതായത് സ്പിൻ ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതോ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 3z² - r² എന്ന് പറഞ്ഞ ആൾ വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ക്വാഡ്രപ്പോൾ മൊമെൻ്റ് ഇൻ ദി ഷെൽ മോഡൽ ഈസ് ഡൺ ബൈ ഇവാലുവേറ്റിംഗ് ദി അതായത് നമുക്ക് ക്വാഡ്രപ്പോൾ മൊമെൻ്റം, അതായത് ഇലക്ട്രിക്കൽ ക്വാഡ്രപ്പോൾ മൊമെൻ്റം ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പറേറ്ററായ 3z² - r² എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ദി ടോട്ടൽ ആംഗുലർ മൊമെൻ്റം ഓഫ് എൻ ഓഡ് പാർട്ടിക്കിൾ ഹാസ് മാക്സിമം പ്രൊജക്ഷൻ. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ, അതൊരു ഓഡ് പാർട്ടിക്കിളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റത്തിൻ്റെ പ്രൊജക്ഷൻ സെറ്റ് ആക്സിസിൽ ആയിരിക്കും. അതായത് സെറ്റ് ആക്സിസിലായിരിക്കും അതിൻ്റെ പ്രൊജക്ഷൻ വരാതെ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. MJ = +J എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് ഓഫ് ദി ഓഡ് പാർട്ടിക്കിൾ ഹാസ് മാക്സിമം പ്രൊജക്ഷൻ സെറ്റ് ആക്സിസിലായിരിക്കും. ഒരു ഓഡ് പാർട്ടിക്കിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റത്തിൻ്റെ പ്രൊജക്ഷൻ വരാം. അതുപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ ഓഡ് പാർട്ടിക്കിൾ പ്രോട്ടോണാണെന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ ഓടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ആംഗുലർ മൊമെൻ്റിൻ്റെ വരെ സെറ്റ് ആക്സിസിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓഡ് പാർട്ടിക്കിൾ പ്രോട്ടോണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പ്രൊജക്ഷൻ വരെ ഏത് ആക്സിസിലായിരിക്കും? സെറ്റ് ആക്സിസിലായിരിക്കും. അതുപോലെ തന്നെ അവൻ ഓർബിറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോട്ടോൺ ഓർബിറ്റ് ചെയ്യണത് XY പ്ലെയിനിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വാല്യൂ, നമ്മുടെ മാസ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ r² വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3z² - r² ആണ്. അതിൽ r² എക്സ്പെക്റ്റേഷൻ വാല്യൂ 0.03 ആണ് വരുന്നത്. അതുപോലെ 209 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ r² വാല്യൂ എന്ന് പറയുന്നത് 0.3b ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാണാണ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദി മെഷേർഡ് വാല്യൂ ഗുഡ് എഗ്രിമെൻറ്റ് വിത്ത്, അതായത് നമ്മുടെ എൻ്റെ വാല്യൂ 2209 ആവുന്ന സമയത്ത് 209 ആവുന്ന സമയത്ത്
നമുക്ക് കറക്റ്റ് ക്വാഡ്രപ്പിൾ മൊമെൻറ്റം നമ്മൾ വിചാരിച്ചത് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ മെഷേർഡ് വാല്യൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വാല്യൂ ഏകദേശം സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എ മോർ റിഫൈൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷൻ നമ്മളിപ്പോൾ വീണ്ടും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷൻ നമ്മൾ നോക്കാമെന്ന് വിചാരിക്കുക. അതായത് ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം, അതായത് ഒരു ഓട് പ്രോട്ടോണിൻ്റെ ക്വാഡ്രപ്പിൾ, ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് QSP എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ ക്വാഡ്രപ്പിൾ മൊമെൻ്റ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾ ഓട് പ്രോട്ടോണാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഷെൽ മോഡലിനെ സ്റ്റേറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അവർ. ഈ QSP എന്ന് പറയുന്നത് ഒരു ഓട് പാർട്ടിക്കിളാണ്, അതായത് ഒരു ഓട് പ്രോട്ടോണാണ്. അതൊരു സിംഗിൾ പാർട്ടിക്കിൾ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. മൈനസ് ഇവിടെ പുറത്താണ്, എവിടെയാണ് വന്നിരിക്കുന്നത് മൈനസ് ഓഫ്, ഈ മൈനസ് പുറത്താണ് കേട്ടോ. 2j - 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു j+1 r² ആണ്. ഈ r² എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം എത്രയാണ് 3/4 3 ഡിവൈഡഡ് ബൈ 5 r² ആണ്. നമ്മൾ r എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, r0 a⁻²/3 ആണ്. അത് ഇതിനിട്ട് കൊടുക്കുമ്പോൾ r0² a⁻²² ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഓഡ് പ്രോട്ടോൺ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം ആണെന്ന് പറഞ്ഞിരിക്കുന്നവർ. പിന്നെന്താണ്, നമ്മുടെ ഒരു അൺചാർജ്ഡ് ന്യൂട്രോൺ ആട്ടോ, ചാർജ്ഡ് അല്ല, ഒരു അൺചാർജ്ഡ് ന്യൂട്രോൺ അണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം 0 ആയിരിക്കും. പക്ഷേ ഒരു ഓഡ് ന്യൂട്രോൺ അണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം ലോവർ ആയിരിക്കും. ഓഡ് പ്രോട്ടോൺ കേസിനെക്കാട്ടും ലോവർ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് എന്താ, നമ്മുടെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അതായത് ഒരു അൺഫിൽഡ് സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. എത്രയായിരിക്കും, അതായത് 1 to 2j വരെയാണ് നമുക്ക് ഓമാരെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കപ്പാസിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പാർട്ടിക്കിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവന്മാരുടെ ഒക്കെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് നമ്മൾ എടുക്കും. ഇപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, QSP 1 - 2n-1 ഡിവൈഡ് ബൈ 2j - 1 ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഓട് പ്രോട്ടോൺ ആണെങ്കിൽ ഒറ്റയ്ക്കുള്ളവനാണെങ്കിൽ എന്തായിരിക്കും, മൈനസ് ഓഫ് എന്തായിരുന്നു 2j - 1 2 of j+1 ആയിരുന്നു. ഇതല്ല പറയുന്നത്. ഇതെന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ QSP എന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും, ഒരു സിസ്റ്റം ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അവന്മാരുടെ ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് Q എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് QSP ഡോട്ട് 1 - 2 of n-1 ഡിവൈഡഡ് ബൈ 2j - 1 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ QSP എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ ഈക്വേഷൻ എഴുതി വയ്ക്കാം. അതിലിപ്പോൾ നമ്മൾ ജാൻ്റെ വാല്യൂ നമ്മൾ വെറുതെ 5/2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈക്വേഷനിൽ 5 - 1 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. ഇവരെത്രയായിരിക്കും, 7/2 ആയിരിക്കില്ലേ, 2 ഉം 2 വെട്ടിപ്പോയി, -4 ഡിവൈഡ് ബൈ 7 r² ആയിരിക്കും. r എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടെടുത്തു, r0 a⁻1/3 ഹോൾ² r0² a² 2/3 എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ നമ്മൾ എന്തിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, r0ൻ്റെ വാല്യൂ 1.2 10⁻⁻⁴ ഫെർമിയാണ്. 50 ഹോൾ² ഇട്ട് കൊടുത്തു. എന്ന് പറഞ്ഞ ആൾ നമ്മളിപ്പോൾ ജസ്റ്റ് 17 വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് വാല്യൂ എന്ന് പറയുന്നത് Q = ഇത്ര കിട്ടും, 10⁻30. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ 10⁻, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, -30 ആണ്. -50 ഹോൾ² -30 ആണല്ലോ. അപ്പോൾ -28 ഡോട്ട് 10⁻2 എന്ന് പറയുമ്പോൾ 10⁻28 ബാണെന്ന് പറയാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കും, ഈ ഇക്വേഷനിൽ നമ്മളിപ്പോൾ നോക്കിയേ, എന്ന് പറയുന്നത് 1 ഇട്ട് കൊടുത്തു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും, ഭാഗം മൊത്തം 0 ആയിട്ട് പോകും. Q = QSP കിട്ടും. ഇനി n = നീ 2j ഇട്ട് കൊടുത്ത് നോക്കിയാൽ 2jയും ഇവിടുത്തെ 2j - 1 ഇവിടുത്തെ 2j - 1 വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും, 1 - 2 കിട്ടും. അതായത് മൈനസ് ഓഫ് QSP നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് QSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്, മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ക്വാഡ്രപ്പിൾ മൊമെൻറ്റം ഈസ് സോ കോൾഡ് ആസ് ഹോൾ സ്റ്റേറ്റ്. അതായത് ആ സമയത്ത് നമ്മളെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റത്തിനെ ഹോൾ സ്റ്റേറ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്ന ക്വാഡ്രപ്പിൾ മൊമെൻറ്റം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് നെഗറ്റീവ്, അതായത് ഒന്നുമില്ല, നമ്മുടെ ഇത്ര ഉദ്ദേശിക്കുന്നത് Q എന്ന് പറയുന്ന പാർട്ടിക്കലിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻ്റ് ആണ്. അത് മൈനസ് ഓഫ് ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ഓഫ് ഹോൾ ആണെന്ന് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദി ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ഓഫ് ദി ഹോൾ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ സൈൻ ഓഫ് ദി ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ഓഫ് ദി പാർട്ടിക്കൽ സ്റ്റേറ്റ്. അതായത്
നമ്മുടെ ഹോളിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഓഫ് ക്വാഡ്രപ്പിൾ മൊമെൻറ്റം ഓഫ് ഹോൾ എന്ന് പറയുന്നതായിരിക്കും എന്ത്, നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം. പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലായുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയർ ക്വാഡ്രപ്പിൾ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി. അതായത് ഇപ്പം ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി. ഒക്കെ വലിയ അതിൻ്റെ എൻ്റെ വാല്യൂ ഒക്കെ വലുതുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ ഫെയിലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. വല്ല ഹയർ വാല്യൂസിൻ്റെയൊക്കെ നമുക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 209 ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഗുഡ് അഗ്രിമെൻ്റ് ഒക്കെയാണ് കിട്ടണത് ഒക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.